സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVMയിലേക്ക് സ്വാഗതം. അപ്പോൾ അല്പന് ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രിയും കുട പിടിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അർദ്ധരാത്രി മഴ പെയ്താൽ കുട പിടിക്കണം, അർദ്ധരാത്രി മഴയില്ലെങ്കിൽ ഓഹോ എന്തൊരു ചൂടാണെന്നും പറഞ്ഞ് കുടയും പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അല്പൻ ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രിയും കുട പിടിക്കും. അതൊരു പഴഞ്ചൊല്ലാണ്. അതിനെ അർത്ഥമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് ആദ്യമായി കോർപ്പറേഷൻ ഭരണം BJPക്ക് കിട്ടി. BJP എന്നല്ല, RSS സംഘപരിവാറുകാർക്ക് കിട്ടി. അപ്പോൾ അത് ലോകം മൊത്തം ആഘോഷിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നാള് വടക്കൻ ജില്ലകളിൽ പോയി, കണ്ണൂര്, കാസർഗോഡ്, കോഴിക്കോട് ഒക്കെ പോയി സ്വീകരണം ഏറ്റുവാങ്ങി മേയറും ബാക്കിയുള്ളവരും പോയി തിരിച്ചു വന്നു. ഇപ്പോൾ ഡൽഹിയിലേക്ക് സ്വീകരണത്തിന് വേണ്ടി പോയിരിക്കുകയാണ്. ആരാണ് അവിടെ സ്വീകരിക്കുന്നത്? മോഡിയെ പറ്റി എന്തെല്ലാം തള്ളാണ് ഇവിടെ തള്ളിയത്. ഇലക്ഷന് മുമ്പ്, കോർപ്പറേഷൻ ഇലക്ഷന് മുമ്പായിട്ട് പറഞ്ഞത് മോഡി വരും, മോഡി ഇവിടെ അഖിലേന്ത്യാ ലെവലിൽ ഭയങ്കരമായ ഒരു സിറ്റിയാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്, എന്തൊക്കെയോ സാധനങ്ങൾ ഇവിടെ കിട്ടും. നമുക്കൊന്നും ആവശ്യമില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ പോയി കേരളത്തിലെ ഓരോ മനുഷ്യനും ഗുജറാത്തിലെയും UP-യിലെയും അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം. അവിടെ ആളുകൾ തമ്മിൽ കൊല നടക്കുകയാണ്. ഒരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഒരു മതങ്ങൾക്കും അവിടെ സ്വാതന്ത്ര്യമില്ല. അവരുടെ സംഘപരിവാർ ശക്തിയല്ല. ഈ സംഘപരിവാർ എന്ന് പറയുന്നതും RSS എന്ന് പറയുന്നതും ഈ BJP എന്ന് പറയുന്നതും അവർക്ക് ഈ ഹിന്ദു മതത്തോട് പ്രത്യേകമായ താല്പര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഹിന്ദു മതത്തിലെ ജനങ്ങളോട് അവർക്ക് യാതൊരു സ്നേഹമോ പിന്നെ ആത്മാർത്ഥത ഇല്ലാത്തവരാണ്. അവരുടെ പ്രശ്നം വേറൊന്നുമല്ല, അവർക്ക് ഭരിക്കണം, അവർക്ക് കസേര വേണം, അല്ലാതെ ഒരു സമുദായ സ്നേഹികളൊന്നുമല്ല. എന്താണ് മോഡി വന്നിട്ട് ഇവിടെ തള്ളിയത്? തിരുവനന്തപുരത്ത് വന്ന് എന്തൊക്കെയോ അങ്ങ് നടക്കും. ഞങ്ങൾ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കും, നമ്മൾ റെഡ് പ്രിന്റ് ഉണ്ടാക്കും. എന്താണ് ഉണ്ടാക്കിയിട്ട് പോയത്? ഇപ്പൊ അവസാനം പറഞ്ഞത് കേട്ടാ, അതായത് കേരളത്തിലെ ഏറ്റവും വലിയ പൊട്ടത്തരം പറയുന്ന ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. പറയാതിരിക്കാനൊക്കില്ല. അപ്പോ അവിടെ നിന്ന് പ്രഖ്യാപിച്ചു ഇവിടെ ആമയെ കൊടുക്കാമോ. അങ്ങനെ ആമ മുട്ട വാങ്ങിക്കാനാണ് ഇപ്പൊ പിന്നെ രാകേഷും പാർട്ടിയും പോയിരിക്കുന്നത്. ഡൽഹിയിൽ പോയി മോഡിയെ കാണണം, സ്വീകരണം ഏറ്റുവാങ്ങി മുട്ടയുമായിട്ട്, ആമ മുട്ടയുമായിട്ട് വരും. അപ്പൊ കോർപ്പറേഷനിലുള്ള ഓരോ കൗൺസിലർമാർക്കും ഇത്ര മുട്ട വെച്ച് കൊടുക്കും, അത് ജനങ്ങൾക്ക് കൊടുക്കും. എന്നിട്ട് പിന്നെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങ് പാറശാല വരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ടൂറിസ്റ്റുകളെത്തും ഈ ആമയെ കാണാൻ. ലോകത്തെങ്ങും ഇല്ല ആമ. അപ്പൊ ഇനി ആമ